ഹായ്, എല്ലാവർക്കും കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും ട്രിപ്പ് നമ്മുടെ ബസ്സിൽ ട്രിപ്പ് വന്നേക്കാണ്. ഒരു മാസം 2 ദിവസം അപ്പോൾ വന്നേക്കാണ്. നമ്മൾ പോണതിൻ്റെ ലാസ്റ്റ് ഇവിടെ മലപ്പുറം മിനികുട്ടിയാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നൂറിലേക്കാണ്. നൂറിലേക്കിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് 50 രൂപയാണ് ഫീസ് വരുന്നത്. ടിക്കറ്റ് വേണ്ടി നിർത്തിയേക്കാണ്. നമ്മൾ വന്ന് നിൽക്കണത് നൂറിലേക്കാണ് കേട്ടോ. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഇവിടെ ടിക്കറ്റ് ഫീസ് 50 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. പിന്നെ നമ്മൾ ബോട്ടിങ്ങിനൊക്കെയും വേറെ സെപ്പറേറ്റാണ് ഉള്ളിലേക്ക് കയറിയിട്ട്. അപ്പോൾ നല്ലൊരു വൈബാണ്. കാരണം മുളങ്കാടും ഒക്കെ വെച്ചത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബസ് നിർത്തി നമ്മുടെ അപ്പം നമ്മുടെ ബസ്സിൽ വന്ന പാസഞ്ചറാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അതായത് നൂറിലേക്കിൽ വന്നപ്പോൾ ഒരു മീൻകുളം കണ്ടിട്ടാ. അപ്പോൾ അതേ നോക്കിയാൽ അത് നിറച്ച് മീനുണ്ട്. ഏത് സൈസ് മീനുകളൊന്നും നമുക്കറിയില്ല. മീനുണ്ട് ഇഷ്ടം പോലെ. അപ്പം നമുക്കിവിടെ കണ്ടിരിക്കാൻ ഇവിടെ ബോട്ടിങ് സർവീസ് ഉണ്ട്. അതിൽ 5 ആൾക്കാണെങ്കിൽ 300 രൂപ, പെഡൽ ബോട്ടിനാണെങ്കിൽ 2 ആൾക്ക് 100 രൂപയാണ്. പോണത് ഇപ്പോൾ ബോട്ടിങ് നടക്കണ ഭാഗത്തേക്കാണ്. അപ്പോൾ അധികം ഇവിടെ നല്ല ഹരിത ഭംഗിയായിട്ടുള്ള അതാണ് കേട്ടോ. മുളങ്കാടും മറ്റുള്ള മരങ്ങളും അപ്പോൾ അതുകൊണ്ടൊക്കെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് ഊഞ്ഞാലാടാം. മണ്ടാടോ? ശരി, ഓക്കെ. അപ്പോൾ ഇവിടെ ടയറുമ്മയാണ് നമ്മൾ സാധാരണ പിളകിയല്ല വെക്കാറ്. ഇത് ടയർ വെച്ചിട്ട് ടയറിൻ്റെ മുകളിലാണ് കയറ് വെച്ച് കെട്ടി കിട്ടും. അപ്പോൾ നമുക്ക് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ഓക്കെ, നല്ല രസമല്ലേ കാണാനായിട്ടേക്ക്. നമ്മളിതേ ലേക്കിൻ്റെ അടുത്ത് എത്തിയിട്ടാണ്. അപ്പോൾ അതായത് ഇതാണ് ബോട്ട് കൊടുത്തത്. ബോട്ടിന് ഇപ്പോൾ സർവീസിന് ആൾ വന്നിട്ടില്ല എന്നവർ പറഞ്ഞത്. വെള്ളമൊക്കെ എത്ര വരെ കയറും. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് വെള്ളം കുറവ്. അപ്പോൾ നമ്മളിതേ ഇതെടുക്കാനായിട്ട് വന്നതാണ്. നല്ല രസമായിട്ടാണ് കാണാനായിട്ട് വിളിക്കും. കാരണം എന്താണെങ്കിൽ നല്ല തണലും പച്ചപ്പും ഒക്കെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളായിട്ട് ഇതേ പണിതിട്ടുണ്ട് അവർ, ആൾക്കാർക്ക് ഇരിക്കാനായിട്ട്. പിന്നെ അവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പോൾ നമുക്ക് കുടിക്കാനൊക്കെ ആയിട്ട് മേടിക്കാം കേട്ടോ. നമ്മൾ ഊറിനേക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു സെൻറ്റ് ആൽഫോൺസ് പബ്ലിക് സ്കൂളിൽ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തിയേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഇവിടെ വന്നതേ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാ. അപ്പോൾ അതിന് ശേഷം നല്ല വെയിലാണ്. അപ്പോൾ എല്ലാവരും പോയി. ഞങ്ങൾ 2 ആളും മാത്രമല്ല, ഞങ്ങൾ പേരക്കുട്ടികളെ വിളിക്കായിരുന്നു. അപ്പോൾ അതെ ഞാനും ഫുഡ് കഴിക്കാൻ പോവാം. പള്ളിയല്ല സ്കൂൾ മുകളിലാണ് ചെത്തി പറഞ്ഞതാട്ടോ. അതിൻ്റെ ഇടയിൽ പള്ളി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് താഴേക്ക് എടുക്കണം കണ്ട. ഞാനിപ്പോൾ മുകളിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കണത്. ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട്. മുന്നേ കണ്ടിട്ടുള്ള കാരണം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണില്ല കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പേര് മിസ്റ്റ് ലാൻഡാണ്. അപ്പോൾ മോനോട്ടം പോയിട്ട് കൈ കാണിച്ചത്. അപ്പോൾ ഇതിന് മുന്നും ഒരു ചെറുതുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ കാണിക്കാനായിട്ട് അവർ കുറച്ച് പിള്ളേർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതല്ല, ഇതാണ് മിസ്റ്റ് ലാൻഡ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ അവിടെ പാർക്ക് ചെയ്തിട്ടേക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വലിയ ബസ്സും കൊണ്ട് നമ്മൾ ഇവിടേക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതേ മിനിയൂട്ടിയുടെ ഉള്ളിൽ കയറി. അപ്പോൾ ഇതിൽ നിന്ന് താഴെ നിൽക്കുന്ന വ്യൂ ആണ് കേട്ടോ കാണുന്നത്. നല്ല രസമാണ്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ മഞ്ഞ് വന്ന് മൂടും. അപ്പോൾ നമ്മളിത് 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടേക്ക് വരുന്നത്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കാരണം വെറുതെ ഒന്ന് പുറമൊന്ന് കറങ്ങാനും അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണ്ട. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇവിടെ ആനയുടെ സ്റ്റാച്ചു ഒന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ അതെ ഒറിജിനൽ വെല്ലണ ആനേനെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പ്രാവശ്യത്തെ വന്നപ്പോൾ ഉണ്ടായതാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊന്നും ഈ ആന ഉണ്ടായിട്ടില്ല ഇവിടെ. ഒറിജിനൽ വെല്ലുന്ന രീതിയിലാട്ടോ അവിടെ ഒരു ആനനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. യാതൊരു സംശയമില്ല, കാണുമ്പോൾ തന്നെ അറിയാം. മിനിയൂട്ടി ഇതാണ് കേട്ടോ. നിങ്ങൾ മിനിയൂട്ടി വരികയാണെങ്കിൽ ഇതിന് മുന്നേ മിനിയൂട്ടികളുണ്ട്, അവിടെ കയറരുത്. ഇതാണ് ശരിക്കുള്ള മിനിയൂട്ടി കേട്ടോ, നമ്മുടെ മിനിയൂട്ടി. ശബ്ദം കുറച്ചുകൂടി പറ്റോ? ആ, എടുത്ത് പറയാട്ടോ. മിനിയൂട്ടി ഇവിടേക്ക് തന്നെ വരണതിൻ്റെ മുന്നേ 1-2 മിനിയൂട്ടികളുണ്ട്. ഒരു 200-300 മീറ്റർ ബാക്കിൽ മിനിയൂട്ടികൾ നടന്നിട്ടുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ്. അവിടെ കയറുന്നത് ഒറിജിനൽ മിനിയൂട്ടി തന്നെ കേട്ടോ. പ്രത്യേകിച്ച് നോട്ട് ചെയ്യുന്ന സ്ഥലം മിസ്റ്റ് ഇല്ലാണ്ട് കേട്ടോ. അതൊക്കെ
മിസ്റ്റി ലാൻഡ് കണ്ടില്ലേ? ഈ മിസ്റ്റി ലാൻഡ് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇത് വൈഫിന് വേണ്ടിയിട്ട് ഞാൻ പറയാൻ ആൾ പറഞ്ഞ് എൻ്റെ വീഡിയോ ഒന്ന് പകർത്ത് വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ മിനിറ്റ് വരെ ഇത് എപ്പോഴും നോട്ട് ചെയ്യണം. മിസ്റ്റി ലാൻഡ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നമ്പർ വരണമെങ്കിൽ അവർ ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചിട്ട് എൻ്റെ നമ്പറിന് കേട്ടോ. ഒരു ദിവസം അടിച്ച് പൊളിച്ച് വരാൻ പറ്റിയ ഒരു അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഇടാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ബസ്സിൽ വരാം. 40 സീറ്റിൻ്റെ AC ബസ്സാണ്. പണ്ടത്തെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒരു ഓർമ്മ ഇത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഇത് കുട്ടികൾക്ക് കഴിക്കാമല്ലോ. എല്ലാവർക്കും കഴിക്കാം. ഐസ്ക്രീം മിഠായി ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. വ്ളോഗറിൻ്റെ ചാനലിൻ്റെ പേരെന്താ? യൂട്യൂബ് ചാനൽ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ പറയുന്നത്. മിനിയൂട്ടി, മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി. ഇതിൻ്റെ പേര് മിസ്റ്റി ലാൻഡാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറുന്നില്ല, മുന്നേ കയറിയത് കൊണ്ടാണ് കയറാത്തേട്ടാ. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്, അല്ല വീഡിയോ എടുക്കുന്നത്. സോറി, തേക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൽ പാലിക്കേണ്ട സുരക്ഷ എന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് നമുക്ക് ഇവിടെ വരുന്നത് 200 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് 13 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടത്. അതെ, ഇവിടെ വന്നിരിക്കുക മിനിയൂട്ടി. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ ഇത് മിസ്റ്റി ലാൻഡിൻ്റെ പെറ്റ്സ് പാർക്ക് കാണാൻ പോയിക്കാണ്. അവർ ലാസ്റ്റാണ് ഗ്ലാസ് ബ്രിഡ്ജ് കയറണമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് വന്നിരിക്കുക. വയ്യാണ്ടായി, വെള്ളം കുടിച്ച് വയ്യല്ലേ. അപ്പോൾ അതെ, ഞങ്ങളിവിടെ ഇരിക്കുക. അപ്പോൾ അവരെന്നെ പറഞ്ഞിട്ട് കളയിക്കിട്ട് പോയത് കപ്പിൾസത് ആയിരിക്കും കിട്ടാ അങ്ങോട്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജും കൂടി അവർ കയറി കഴിഞ്ഞാൽ അവരെ കഴിഞ്ഞു. അപ്പോൾ അവിടെ തന്നെ തൊട്ടക്കുന്ന എന്തോ സംഭവം ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാലോ, ഞങ്ങളും കാണാത്ത കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കാണാൻ. മിനിയൂട്ടിയിൽ നിന്ന് പോന്നു. അവിടെ നിന്ന് വന്നിട്ട് കോട്ടക്കുന്ന് ഗാർഡനും മിറാക്കിൾ ഗാർഡനും കൂടി ഒരുമിച്ചാണ് ഒരു കോമ്പൗണ്ടിനുള്ള. അപ്പോൾ നമ്മൾ മിറാക്കിൾ ഗാർഡൻ്റെ മുന്നിലാണ് കേട്ടോ. ഇവിടുത്തെ ഫീസിൻ്റെ നമുക്ക് എൻട്രി ഫീസ് ഓരോരുത്തർക്ക് കാണാനായിട്ട് 20 രൂപയാണ് കാണാനായിട്ട് കേട്ടോ. മിറാക്കിൾ ഗാർഡൻ്റെ ഉൾവശത്തേക്കാണ് വന്നേക്കണം കേട്ടോ. ഇതാണ് ഉൾവശം. അപ്പോൾ ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങാൻ പോവാം. അപ്പോൾ ഒന്ന് നടന്നിട്ട് വരാം കേട്ടോ. ആളേതേ ചെടിയുടെ ഫോട്ടോ ഒക്കെ എടുക്കാം. വേണ്ടൊന്ന് കൈ കാണിച്ചാ. അപ്പോൾ ഇവിടെ നമ്മൾ മിറാക്കിൾ ഗാർഡനിൽ നിന്ന് നമ്മൾ കയറിയതേ കാണാൻ നിൽക്കണം. മിറാക്കിൾ ഗാർഡൻ്റെ ഉള്ളിലത്തെ ദൃശ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് മരമാവാനും വഴിയില്ല, മറ്റേ ഫൈബർ ആവാനും വഴിയുള്ളൂ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇപ്പോഴത്തെ കുടിലുകളും ഇപ്പോഴത്തെ വീടുകളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എൻ്റെ ഒപ്പം അവിടെ 2 പ്രതിമ ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടാക്കി വെച്ച പ്രതിമകൾ കേട്ടോ. പണ്ടത്തെ കല്ല് ചുമട് താങ്ങി. അതേ ഓലക്കുടിലുണ്ട്. നമ്മൾക്ക് ഓടിട്ട് മേഞ്ഞ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ കടമുറി കടക്കം അതുണ്ട്. പുല്ല് മേഞ്ഞ വീടുണ്ട് കേട്ടോ. ഇതേ ചെടികളൊക്കെ കേട്ടോ വെച്ച് അധികം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗാർഡനാണ്. ഗാർഡൻ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ അതേ പണ്ടത്തെ കാളച്ചക്രം വണ്ടി, അതിന് കാളനം വെച്ചിട്ടുണ്ട്. ചക്രം വണ്ടി നാശമായിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ഗാർഡൻ്റെ ഉള്ളിലാണ് കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നിങ്ങൾ മിനിയൂട്ടിക്ക് സന്ദർശിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ കോട്ടക്കുന്നും മിറാക്കിൾ ഗാർഡനും രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ്. അതും കൂടി സന്ദർശിക്കാൻ മറക്കരുത്. ഗാർഡൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഈ ഡോം തിയേറ്റർ. അപ്പോൾ ഇത് 3D തിയേറ്ററാണെന്ന് തോന്നുന്നു. എനിക്കാണ് ഇതിൻ്റെ ഡോം തിയേറ്ററിൻ്റെ അർത്ഥറിയില്ല. അപ്പോൾ ഇവിടെ ഫീസ് പറഞ്ഞത് 100 രൂപയാണ് ഒരാൾക്ക്. നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ് ഇവർ കേട്ടോ. നമ്മുടെ കൂടെ കാലത്ത് 8 മണി തൊട്ട് ഇപ്പോൾ അതേ സമയം 8:30 വരെ നമ്മളിപ്പോൾ ഇവിടെ മിറാക്കിൾ ഗാർഡൻ്റെ മുന്നിലാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വരെ ഓരോരുത്തരെ പിക്ക് ചെയ്യണം. മൊത്തത്തിൽ ഓരോ സ്ഥലത്തായത് കൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ല ഞങ്ങളുടെ ഇതിൽ. അതുപോലെ നിങ്ങൾ പറഞ്ഞ ടൈമിൽ എല്ലാ സ്ഥലത്തും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് കേട്ടോ. അപ്പോൾ അതെ നമ്മൾ മിനിയൂട്ടി കണ്ടു വന്നു. അതിന് കഴിഞ്ഞിട്ട് മലപ്പുറത്തെത്തി മിറാക്കിൾ ഗാർഡനും കൊട്ടക്കുന്നും ഗാർഡനൊക്കെ കണ്ടതേ. നമ്മൾ ബസ്സിലെല്ലാം കഴിഞ്ഞു കയറി. വയ്യാണ്ടായി സത്യം. കാലത്ത് ഞങ്ങൾ 5 മണി കഴിഞ്ഞിട്ട് 6 ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുള്ളത്, ഞങ്ങൾ മെയ് 3-ന് ഒരു വാഗമൺ ട്രിപ്പ്, വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് വീഡിയോയിലൊക്കെ. അപ്പോൾ ഒരാൾക്ക് വരുന്നത് 1300 അതിൽ ലഞ്ചുണ്ട്, ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തോളാം. അപ്പോൾ കുറച്ച് സീറ്റും കൂടി നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.